ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായ 10 സ്ഥലങ്ങളിൽ ഒന്നായി നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഇടം പിടിച്ചിരിക്കുകയാണ്. ഇതിനും മാത്രം എന്താണ് ഇവിടെ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെയായിട്ടാണ് കൊല്ലങ്കോട് എന്ന ഒരു കുഞ്ഞു ഗ്രാമം ഉള്ളത്. ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്നും തുടങ്ങുന്ന യാത്ര യാക്കരപ്പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച് OV വിജയന്റെ തസ്രാക്കിലൂടെ കടന്ന് നെയ്ത്തു ഗ്രാമമായ പെരുമ്പിലൂടെയും മുറുക്കു ഗ്രാമമായ കരിപ്പോടിലൂടെയും NGRന്റെ തറവാടുള്ള വടവന്നൂരിലൂടെയും യാത്ര ചെയ്താൽ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നായ കൊല്ലങ്കോട് എത്താം. പാലക്കാട് നിന്നും കൊല്ലങ്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒറ്റ പേര് ഈ കാണുന്ന SRT, അത് കൊല്ലങ്കോട്ടുകാർക്കൊരു വികാരം തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊല്ലങ്കോട് ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ അകലെയുള്ള ചിങ്ങഞ്ചിറയാണ്. നെല്ലിയാമ്പതി മലനിരകളുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ചിങ്ങഞ്ചിറ പോകുന്ന വഴി തന്നെയാണ് ചെല്ലഞ്ചേട്ടന്റെ ഒരു കുഞ്ഞു കടയുള്ളത്. ഇന്നത്തെ പല സ്ഥലങ്ങളിലെയും ജനറേഷന് കാണാൻ പോലും പറ്റാത്തൊരു കാഴ്ച, ഓലമേന ചായക്കടയും മണ്ണെണ്ണ വിളക്കും. നമ്മളിൽ പലർക്കും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും. ഇവിടെ അധികം വിഭവങ്ങളൊന്നുമില്ല. രാവിലെ ഇഡ്ഡലി, ദോശ, ചായ, പരിപ്പ് വട. 11 മണി കഴിഞ്ഞാൽ പിന്നെ ചായയും കടിയും മാത്രം. അപ്പൊ എന്തായാലും ഈ വഴി വരുന്നവർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടാക്കാൻ മാക്സിമം ശ്രമിക്കുക. അതല്ലെങ്കിൽ ഒരു ചായയെങ്കിലും ഇവിടെ കയറി കഴിക്കുക. അങ്ങനെ ചെല്ലഞ്ചേട്ടന്റെ കടയിൽ ഒരു ചായയും കുടിച്ച് ആ സൈഡ് കാണുന്ന വഴിയിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന പെരിങ്ങോട്ടുചേരി കളത്തിലേക്ക് നമ്മൾ എത്തും. നെൽപ്പാടങ്ങളും നെല്ലിയാമ്പതി മലനിരകളും ഒഴുകുന്ന വെള്ളവും എല്ലാം കൂടെ ഒരു നയന മനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. അധികം കാണാത്തൊരു കാഴ്ചയും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു നെൽപ്പാടത്തിൽ തന്നെ നെല്ലും മാവും ഒന്നിച്ച് കൃഷി ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മൾ വന്ന ഡെസ്റ്റിനേഷനായ ചിങ്ങഞ്ചിറയിലേക്ക് തന്നെ പോവാം. ഏതൊരു സിനിമ കൊല്ലങ്കോട് ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇവിടെ ഒരു സീൻ മസ്റ്റാണ്. നമ്മുടെ ഒടിയനാണെങ്കിലും കൂമനാണെങ്കിലും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു മനോഹര സ്ഥലം. യഥാർത്ഥത്തിൽ ചിങ്ങഞ്ചിറ ഒരു പ്രകൃതി ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതലായി ഇവിടെ വരുന്ന ആളുകൾ പാലക്കാട്ടെ കർഷകരും. മാത്രമല്ല ഒരു കുഞ്ഞിനായും അല്ലെങ്കിൽ ഒരു വീടിനായും ഒരുപാട് പേർ ചെറിയ ചെറിയ തൊട്ടിലുകളും ചെറിയ ചെറിയ വീടുകളും എല്ലാം ഇവിടെ കൊണ്ട് കെട്ടിത്തൂക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാം. കോഴിയെയും ആടിനെയും ബലി കൊടുത്ത് അതിനെ ഇവിടെ തന്നെ പാകം ചെയ്ത് പൂജിച്ച് ഇവിടെ തന്നെ കഴിച്ചു പോകുന്നതാണ് ഇവിടുത്തെ ഒരു രീതി. ഇവിടെ വരുന്ന ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി പണിത ബാത്റൂമാണ്. കണ്ടില്ലേ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ വരുന്ന ആളുകളോടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതെല്ലാം കുറച്ചു നാളത്തേക്കും കൂടെ നന്നായി നിലനിർത്താൻ പറ്റുകയുള്ളൂ. ചിങ്ങഞ്ചിറയിൽ നിന്നും ഇറങ്ങി ഇനി നമ്മുടെ യാത്ര ഒരു വൈറൽ റോഡിലൂടെയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലായി കണ്ണെത്താ ദൂരത്ത് പച്ച പൊതിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളും അങ്ങ് അടുത്തായി തന്നെ കാണുന്ന മലനിരകളും ഇടയിൽ ഒഴുകുന്ന വെള്ളക്കെട്ടുകളും അഹങ്കാരത്തോടെ തല ഉയർത്തി നിൽക്കുന്ന പാലക്കാടൻ കരിമ്പനകളും ആധുനിക യന്ത്രങ്ങൾ വന്നിട്ടും ഈ ഒരു പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കൃഷിരീതിയും ഇതെല്ലാം കണ്ട് നേരെ തന്നെ റോഡിലൂടെ പോയാൽ ഈ റോഡ് അവസാനിക്കുന്നത് മറ്റൊരു മനോഹര സ്ഥലത്താണ്. സീതാർകുണ്ട് വാട്ടർഫാൾസ്. സീതാർകുണ്ടിലെ തണുപ്പകറ്റാൻ ഒരു ചായ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന വഴിയിൽ ചന്ദ്രേട്ടന്റെ ചായക്കട എന്ന് പറഞ്ഞൊരു കുഞ്ഞു കടയുണ്ട്. അവിടെ പൊറോട്ടയും ബീഫും ആണ് സ്പെഷ്യൽ. പക്ഷെ നമ്മളൊരു ചായയിൽ ഒതുക്കി. ഇനി നമ്മൾ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൊല്ലങ്കോട്ടിലെ തന്നെ മറ്റൊരു പ്രധാന സ്ഥലത്തിലേക്കാണ്, വെള്ളരിമേട്. കണ്ണെത്താ ദൂരത്ത് അടിക്കുന്ന തിരമാലയേക്കാൾ എത്രയോ ബെറ്റർ ആണ് കണ്ണെത്തും ദൂരത്തുള്ള ഈ ഒരു മലയുടെ താഴ്വാരം എന്ന് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നിപ്പോകും. എന്നാൽ ഈ ഒരു ഹിഡൻ ബ്യൂട്ടി വർഷങ്ങൾക്ക് മുമ്പേ പുറത്തു കൊണ്ടുവന്നത് ട്രോളന്മാരുടെ കൂട്ടായ്മയായ ട്രോൾ പാലക്കാടിലെ മെമ്പേഴ്സ് ആണ് കേട്ടോ. പഴമയെ തൊട്ടുണർത്തുന്ന ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യരെയും നമുക്ക് അവിടെ കാണാൻ കഴിയും. പോകുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടിയാൽ അത് നമ്മുടെ ഭാഗ്യം കേട്ടോ. കൊല്ലങ്കോട് വൈറലാവാത്ത സ്ഥലങ്ങൾ കുറവാണ്. അതുപോലൊരു വൈറലായ സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് കൊല്ലങ്കോട് നിന്നും പൊള്ളാച്ചി പോകുന്ന വഴിയാണ്. അപ്പൊ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അയ്യപ്പേട്ടന്റെ കടയിലേക്കാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ. അതെ, കൊല്ലങ്കോട്ടിലെ മറ്റൊരു വൈറൽ സ്പോട്ട്. വിനീതേട്ടന്റെ നല്ല ഹൃദയം കൊണ്ട് വൈറലായ അയ്യപ്പേട്ടന്റെ കട. വാഴയിലയുടെ 2 അറ്റത്തും കാണുന്ന ചിക്കനും ബീഫും ഒഴികെ അതിനകത്ത് കാണുന്ന എല്ലാ ഐറ്റംസിനും കൂടെ വെറും 50 രൂപ. പായസവും പപ്പടം ഉൾപ്പെടെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നില്ല പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്രയും ചീപ്പായി ഇത്രയും നല്ല ഭക്ഷണം ഇത്രയും ക്വാണ്ടിറ്റിയിൽ വേറെ എവിടെയും കിട്ടുമെന്ന്. അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ മുതലമട പഞ്ചായത്തിലെ ഡാമുകളിലേക്ക് പോവാം. അതും കഴിഞ്ഞാൽ പിന്നെ മുതലമട റെയിൽവേ സ്റ്റേഷൻ. ഒരുപാട് സിനിമകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്. ഇന്ത്യയിലെ 10 മനോഹര സ്ഥലങ്ങളിൽ കൊല്ലങ്കോട് ഇടം പിടിക്കാൻ ഇത് മാത്രമല്ല കാരണങ്ങൾ ഇനിയുമുണ്ടേറെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.